ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അങ്ങനെ ഷാനൂസ് മദ്രസയിൽ പോകാൻ വേണ്ടി ഒരുങ്ങി. രാവിലെ ഞാൻ അവനെ കൊണ്ടുവിടും. പട്ടികളുടെ ശല്യം നല്ലോണം ഉള്ളതുകൊണ്ട് രാവിലെ കൊണ്ടാക്കി വിടും. തിരിച്ചവൻ വരുമ്പോൾ കുട്ടികളുടെ കൂടെ വരും. അവനൊക്കെ ഉണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ മോട്ടറൊക്കെ ഇട്ട് കിണറിലൊന്ന് പോയി നോക്കണം. വെള്ളം നല്ല കുറവാണ്, അതുകൊണ്ട് നോക്കി നിൽക്കണം എപ്പോഴും. അങ്ങനെ മുറ്റടിച്ച് കയറലൊക്കെ കഴിഞ്ഞിട്ട് കടലക്കറി വെക്കാൻ നിൽക്കുകയാണ്. തലേ ദിവസം കുതിർത്ത് വെച്ച കടലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിക്കാൻ വെക്കുക. കടല വെന്ത് വന്നതിന് ശേഷം അതിന് കുറച്ച് കടല എടുത്തിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് നല്ലോണം പേസ്റ്റ് ആക്കി അരയ്ക്കുക. എന്നിട്ട് കറിയിൽ ഒഴിച്ചൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം തൂമിച്ചൊഴിക്കുക. കറി ആക്കിയതിന് ശേഷം പിന്നെ ദോശ ചുടാൻ നിന്ന്. ദോശ ചുടലൊക്കെ കഴിഞ്ഞപ്പോൾ ഷാനൂസ് മദ്രസയിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം അവിടെയൊക്കെ ക്ലീനാക്കി. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളം കോരാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴത്തേന് ചോറ് തിളച്ചിന് അത് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ച് പിന്നെ ചിക്കനും മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് അലക്കാൻ വേണ്ടി നിന്ന്. അലക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പം കറിവത്തുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് കൊടുത്തവർക്ക് കഴിക്കാൻ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോരുകറി ഉണ്ടാക്കി ചിക്കൻ പൊരിച്ച് വെച്ച് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് തിന്ന് അതിന് ശേഷം അച്ചാറിടാനുള്ള മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അച്ചാർ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം മക്കൾക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മണ്ണാർക്കാട് പോകാനും കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ സീസൺ ആയതുകൊണ്ട് കടയിലൊക്കെ നല്ല തിരക്കാണ്. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം മക്കളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.